നമസ്കാരം ഫോക്സ്, എല്ലാവർക്കും തരംഗം റിയാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ട്രെയിലർ എന്ന് പറയുന്നത് ഒരു ബോളിവുഡ് സിനിമയുടെ ട്രെയിലറാണ്. സണ്ണി ഡിയോൾ നായകനായിട്ട് വരുന്ന ജാറ്റ് എന്ന സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം സണ്ണി ഡിയോളിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രം ഗദ്ദർ എന്ന് പറഞ്ഞ ചിത്രം ഒരു വൻപൻ ഹിറ്റായിട്ട് മാറി. പടം വലിയ ഗുണമില്ലെങ്കിലും അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് മാറി. കാര്യം ഗദ്ദർ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഒബ്വിയസ്ലി അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ ഗദ്ദർ 2 വന്നപ്പം അതിൻ്റെ ഒരു ഹൈപ്പ് കൊണ്ടൊക്കെ തന്നെ വലിയ ഹിറ്റായിട്ട് മാറിയ ഒരു ചിത്രമായിരുന്നു അത്. എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഫുള്ള് പോയി ഒരു ആക്ടറായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയുടെ ഒരു ഹിറ്റ് കാരണം അദ്ദേഹത്തിന് വീണ്ടും ഒരു ലൈഫിലോട്ട് വലിയൊരു അദ്ദേഹത്തിൻ്റെ കരിയറിലോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയാണ് ഈ സിനിമ ഇപ്പം ഇറങ്ങാൻ പോകുന്നത്. മൈത്രി പ്രൊഡക്ഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തെലുങ്കിൽ പ്രൊഡ്യൂസ് ആയിട്ടുള്ള മൈത്രി പ്രൊഡക്ഷൻസ്. ഇപ്പം പുഷ്പയൊക്കെ അവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെലുങ്ക് ഡയറക്ടർ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ട്രെയിലർ കണ്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ. फुल डेड बॉडीज. इस गांव में क्या हुआ है? बताओ किसने किया ये सब? ये रणतुंगा की लंका है. ഇത് ഇവൻ കിടിലൻ ആക്ടറാണ്, വിനീത് കുമാർ എന്ന് പറഞ്ഞിട്ട്. കിടിലൻ ഒരു അടിപൊളി ആക്ടറാണ്. പുള്ളി ചാവയിലൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പർ ആക്ടറാണ്. പുള്ളിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈവൻ രൺദീപ് ഹുഡയും നല്ല ആക്ടർ തന്നെയാണ്. यहाँ पे रास्ता किलोमीटर में नहीं, बिछी हुई लाशों में नापा जाता है. इस लंका में कदम रखने से भगवान भी डरता है. सॉरी बोल. अबे हवा आने दे, चला. आ गया. कौन है बे तू? जान की कीमत जानकर भी जान को जोखिम में डालने वाला. मैं जाट हूँ. We have to do something, Satyamit. मैं तुझे और तेरी लंका को यहीं फूंक दूंगा. आजा. I am waiting. I am waiting. नॉर्मल आइटम नहीं है, एटम बॉम्ब है. ये 2.5 किलो के हाथ की ताकत पूरा नॉर्थ देख चुका है. अब साउथ देखेगा. ഈ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗാണ്. ഇത് എനിക്ക് ദാമിനി എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് വന്നു. ഭയങ്കര ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അതിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗാണ് ഈ 2.5 കിലോ കാ ഹാത്ത് എന്ന് പറയുന്നത്. പുള്ളി പറയുന്നത് വെച്ചാൽ അത് നോർത്ത് ഇവരെ കേട്ടു, ഇനിയും സൗത്ത് അതിൻ്റെ പ്രഹരമറിയും എന്നാണ്. അറിയുമോ അറിയില്ലയോ എന്ന് നമുക്കറിയത്തില്ല. പടം ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായ കാര്യം ഭയങ്കര മാസ് അപ്പീൽ, മാസ് മസാല കൊമേഴ്ഷ്യൽ ഒരു ഐറ്റമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ട് നോർമലിക്ക് നമ്മൾ കണ്ടിട്ടുള്ള തെലുങ്ക് സിനിമയുടെയൊക്കെ ഒരു ചൊൽപ്പടി തന്നെ നിൽക്കുന്ന വേറൊരു സിനിമ അതായിട്ട് എനിക്ക് തോന്നിയത്. ടോട്ടൽ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഫുൾ ഈവൻ എനിക്കൊന്ന് സംഭവം നടക്കുന്നത് തന്നെ തെലുങ്ക് ദേശത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടൊരു മേ ബി ഒരു പോലീസ് ഓഫീസർ വരുന്നു, അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് പരിപാടികളൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നിരുന്നാലും പടം ഹിറ്റാവുമെന്ന് വെച്ചാൽ
ചിലപ്പോൾ ഹിറ്റായ പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുള്ളത് വെച്ചാൽ ഈ സണ്ണി ഡിയോൾ എന്ന് പറഞ്ഞ ഒരു ആക്ടർ വലിയൊരു ആക്ടറാണ്, ഭയങ്കര കരിയർ ഭയങ്കര ഹൈ ഒക്കെ നിന്നൊരു ആക്ടർ പിന്നീട് ഒരു വലിയൊരു തകർച്ച. എനിക്ക് 10-15 വർഷത്തോളം പുള്ളിയുടെ സിനിമകളൊന്നും ഓടുന്നില്ലായിരുന്നു. അപ്പം ലേറ്റർ ഈ സിനിമ ഗദ്ദർ വരിക, അതിന് ശേഷം പിന്നെ പുള്ളി ഇപ്പോൾ ഈ സിനിമ വരുന്നു. പക്ഷേ ഈ സിനിമയ്ക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഐ മീൻ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിന് മുമ്പിട്ട് അതായത് ഗദ്ദർ മുമ്പ് വരെ പുള്ളിയുടെ സിനിമകൾക്കൊന്നും ഇത്ര ബഡ്ജറ്റ് ആരും കൊടുക്കത്തില്ലായിരുന്നു. ഭയങ്കര ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ വരികയും ഒരുപാട് ഫ്ലോപ്പ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പം പുള്ളിക്ക് ഒരുപാട് ഹയർ സ്റ്റേക്സ് ആൾക്കാർ കൊടുക്കാൻ തയ്യാറാവുന്നു. മൈത്രി പ്രൊഡക്ഷൻ പോലെ വലിയ ബാനർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ ഒന്നും പുള്ളിയുടെ സിനിമകളും വേറെ വലിയ പ്രൊഡക്ഷൻസ് ബാക്ക് ചെയ്യത്ത് പോലും ഇല്ലായിരുന്നു. മീൻസ് ആ ഒരു പീക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പം അതിന് ശേഷം പുള്ളിയുടെ ക്യാരിയർ ഫുൾ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഐ എം ഹാപ്പി ഫോർ ദാറ്റ് ബിക്കോസ് എ സൂപ്പർ സ്റ്റാർ ലൈക്ക് എന്താണെന്നാലും ശരി കൊമേഴ്ഷ്യൽ സിനിമയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ വലിയ കഥയും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. ബട്ട് ഐ എം ഹാപ്പി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആക്ടർ. ഓക്കെ, ഹീസ് ലൈക്ക് സംതിങ് എന്താ അയാളെ ബാക്ക് ചെയ്യാൻ വേണ്ടി വലിയ പ്രൊഡക്ഷൻസ് ഒക്കെ വരുന്നു, നല്ലൊരു കാര്യമാണ് ആ രീതിയിൽ. അല്ലെങ്കിൽ ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ ഓക്കെ മസാല മാസ് മൂവി, ആ മാസ് മൂവി മസാല മൂവിയുടെ അനുസരിച്ചിട്ടുള്ള ട്രെയിലർ കട്ടുണ്ട്, ഒരുപാട് കത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഒക്കെ നല്ലതായിരിക്കും. മേ ബി പടം കൊള്ളാമെങ്കിൽ ഹിറ്റ് ആവാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പൊട്ടും എന്നുള്ളൊരു ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, പുള്ളിയുടെ സിനിമ ഹിറ്റ് ആവാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തരകം റിയാക്ട്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.